കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഉപവാസ പ്രാർത്ഥനയുടെ 20-ാമത്തെ ദിനത്തിൽ പ്രത്യേകിച്ച് അത്യുന്നതിൻ്റെ മറവ് എന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ കൂടെ ഭാഗമായിരിക്കുന്ന എല്ലാ പ്രിയപ്പരായവരെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാം വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദീർഘദിവസങ്ങളായിട്ട് കർത്താവിൻ്റെ സന്ധിയിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയരായവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജനം 3 നാളായിട്ട് എന്നോട് കൂടെ ഇരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് അവരെ വെറുതെ വിടാനായിട്ട് പാടില്ല. നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. സങ്കീർത്തനം 107 വായിച്ചിട്ട് ചില വാക്യങ്ങൾ മാത്രം വായിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടാണ് എളിയദാസന് കർത്താവ് ഒരു നിയോഗം തന്നിരിക്കുക. അതിൻ്റെ 6-ാമത്തെ വാക്യം, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. വീണ്ടും താഴോട്ട് വരുമ്പോൾ കാണുന്നുണ്ട് 13-ാം വാക്യം, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. വീണ്ടും നമ്മൾ ആ സങ്കീർത്തനത്തെ കൂടെ പോകുമ്പോൾ അതിന് 19-ാമത്തെ വാക്യം, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവിടുന്ന് അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നത് അതിൻ്റെ 20-ാം വാക്യം, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് അവിടുന്ന് അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അല്ലേ? ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഇനി എന്ത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. 8-ാം വാക്യം ഉറക്കെ വായിച്ചേ. യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യത്രമാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. വീണ്ടും അതിൻ്റെ 15-ാമത്തെ വാക്യം, അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. 21-ാം വാക്യം ഉറക്കെ വായിച്ച് എല്ലാവരും, മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. വീണ്ടും നമ്മൾ കാണുന്നു, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അതിൻ്റെ 31-ാമത്തെ വാക്യം, അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അപ്പോൾ ഈ 2 വാക്യങ്ങൾ എല്ലാവരും ചേർന്ന് പറയാം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവിടുന്ന് അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവരെന്ത് ചെയ്യണം? അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഈ 2 വാക്യങ്ങൾ വീണ്ടും 2 വട്ടം ഉറക്കെ പറഞ്ഞ്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് അവിടുന്ന് അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. എന്ത് ചെയ്യണം? യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. വീണ്ടും ഒരിക്കലൂടെ, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവിടുന്ന് അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏതൊക്കെയായിരുന്നു ഞെരുക്കം? അതിൻ്റെ കോൺടെസ്റ്റുകളെ ഒന്ന് പെട്ടെന്ന് നോക്കാം. 6-ാം വാക്യത്തിൽ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അതിൻ്റെ കോൺടെസ്റ്റ് മുകളിലുണ്ട്. എന്താണ്? മരുഭൂമി, ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു കിടന്നു, പാർപ്പാൻ ഒരു പട്ടണവും കണ്ടെത്തിയില്ല. അവരവിടെ വിശന്നും ദാഹിച്ചും ഇരുന്നു. അവിടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അവിടെ കഷ്ടത അവർ യഹോവയോട് നിലവിളിച്ചു. കോൺടെസ്റ്റ് പറഞ്ഞേ. കോൺടെസ്റ്റ്, പശ്ചാത്തലം ഇത് വായിച്ചിട്ട് അവർക്ക്, ഹലോ, വെന്നെവർ യു റീഡ് ബൈബിൾ, അതിൻ്റെ മേളിലുള്ളൊരു വാക്യം വായിച്ചിട്ട്, ബൈബിൾ വായിക്കുമ്പോൾ നമുക്കത് നമ്മുടെ ജീവിതമായിട്ട് ആപ്ലിക്കബിൾ ആക്കണം. അതാണ് അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയും. അവർ പറയുന്നു, മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു, പാർപ്പാനൊരു പാർപ്പിടം, ഒരു മനുഷ്യായുസ്സിലെ ഒരു കൊച്ചു സ്വപ്നമാണ് വീടെന്ന് പറയും. ഞാൻ വ്യക്തിപരമായിട്ട് വലിയ വീടുകളോട് എനിക്ക് വലിയ ഒരു മമതയില്ലാത്ത ഒരാളാണ്. വലിയ വീടുകൾ, എൻ്റെ സ്വപ്നത്തിൽ പോലും ഒരു വലിയ വീട്, എനിക്ക് ധാരാളം മുറികളുള്ള വീട് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കുറേ മക്കളുണ്ട്, പിന്നെ എൻ്റെ കൂടെ ഒത്തിരി മക്കളുണ്ട്. എല്ലാം കൂടെ താമസിക്കണമെങ്കിൽ ഒത്തിരി മുറി വേണം. മുറി, ഈ വീടിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചാണ്. ഭാര്യയും ഭർത്താവ് ഒരു കൊച്ചും കൂടെ എത്ര ബെഡ്റൂം വേണം? ഭാര്യയും ഭർത്താവ് ഒരു കൊച്ചു എത്ര ബെഡ്റൂം വേണം? 2 ബെഡ്റൂം. പോട്ടെ, ഒന്നുകൂടെ വന്ന് വെച്ചോ, ഗസ്റ്റൊക്കെ വരികയോ ഒക്കെ വേണമെങ്കിൽ ഒരു മുറി. 3 മുറി പോരെ?
മതിയോ? ഇനി വേണമെങ്കിൽ അടുക്കളോട് ചേർന്നൊരു കൊച്ച് പൈസയൊക്കെ ഉള്ളവരാണ് സെർവൻ്റ് റൂം ഇപ്പം പണിയാറുണ്ട്, വേണേ മതി. അവർക്ക് 8 മുറി വീട് വേണോ? 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 ചുമ്മാ പണിതിടരുത്. തൂക്കുന്ന ആരാ? തൂക്കാനിപ്പോൾ ആളെ കിട്ടത്തില്ല. അപ്പോൾ വലിയ പാടാ. അപ്പം അവനവൻ്റെ ആവശ്യത്തിന് എന്ത് വേണം? വീട് വേണം. അതാണ് അതിൻ്റെ ഒരു ശരി. പത്രാസ് കാണിക്കാനാണോ ആവശ്യത്തിനാണോ? ആവശ്യത്തിനാണ്. അതൊരു ക്രൈസ്തവ വീക്ഷണമാണ്. എൻ്റെ ഒരു ക്രൈസ്തവ വീക്ഷണമായിരിക്കണം. നമുക്ക് ആവശ്യമുള്ളതൊക്കെ വേണം, വേണ്ടേ? വേണം. നമുക്ക് ആഡംബരങ്ങളിലൂടെ വലിയ പോകണ്ട. എന്ത് വേണം? ആവശ്യങ്ങളോട് വേണം. ആവശ്യമുണ്ട്. എപ്പോഴും എൻ്റെ കൂടെ എൻജിനീയറിങ്ങിൽ PhD എടുത്തൊരു സഹോദരന് ഡോക്ടറേറ്റാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു, പുള്ളി ഒരു വീട് ഒരാൾ പണിയാനായിട്ട്, ഞാനത് പൗരുഷം പറഞ്ഞായിരിക്കാം ഇല്ലായിരിക്കാം, ഏതായാലും പണിയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പ്ലാൻ എടുത്തിട്ട് അവിടുത്തെ ആൻറ്റി പറഞ്ഞു, ഇങ്ങനെ ഒരു വീട് ഈ ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ പാടില്ല. 2, അടുത്ത കുറച്ച് നാൾക്കകത്ത് അങ്ങനെ വരാനും പാടില്ല. അങ്ങനെ ഒരു വീട് ഡിസൈൻ ചെയ്യണം. പൈസ ഫണ്ട് ഈസ് നോട്ട് എ പ്രോബ്ലം. പുള്ളിക്കാരൻ ഇറങ്ങിയപ്പം ഒരു അപകടം മണത്തു. പുള്ളി അത് ചെയ്തില്ല, വിഡ്രോ ചെയ്തു. കാരണം പുള്ളിക്കൊരു അപകടം മണത്തു. ആ പണി തീരുന്നതിന് മുമ്പ് ആൻറ്റി മരിച്ചു. ഞാൻ പറയുന്നത് ഒരിക്കലും പത്രാസ് കാണിക്കാനല്ല വീട്. എന്തിനാ? ആവശ്യത്തിന് അല്ലേ? എന്നാലും വീടൊരു ആവശ്യമല്ലയോ? വീടൊരാവശ്യമല്ലേ? ആണോ? മഴ വരുമ്പം ഈ ഭയങ്കര നല്ല വാർത്ത കെട്ടിടവും അതിൻ്റെ പുറത്ത് ചൂട് കുറയാൻ ഓടും. പിന്നെ AC-യുടെ കിന്നാരോ എല്ലാവരും ഉള്ളവർ, അവർക്ക് മഴ രസമാണ്. മഴ. പക്ഷെ ചോർന്നിരിക്കുന്നവർക്കോ, പടുതാ കെട്ടി ജീവിക്കുന്നവർക്കോ അവർക്കെന്ത് പാടാ? മഴ പാടല്ലേ? എന്നാലും ഒരു മനുഷ്യൻ്റെ ആയുസ്സിലെ ഒരു കൊച്ചു സ്വപ്നമാണ്. ഒരു കൊച്ചെന്ത് വേണം? വീട് വേണം. ഇവിടെ പറയുന്നു അവർക്ക് എന്തില്ലായിരുന്നു? പാർപ്പാൻ്റെ വീടില്ല. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 20ാമത്തെ ദിവസം വീട്. ഞാനിപ്പോൾ കൊട്ടാരം വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അതൊരു ആവശ്യമാണെന്ന് എനിക്ക് പിന്നെ ദൈവം തന്നാൽ മേടിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കൊട്ടാരം തരുന്നവരൊക്കെ മെയിൻറ്റെയിൻസ് ചെയ്യാനുള്ള പൈസയോടെ നേരത്തെ ചോദിച്ചാണ്. കാരണം പെയിൻ്റൊക്കെ അടിക്കണമെങ്കിൽ എത്ര രൂപ വേണം. എന്നാലും നമുക്ക് ന്യായമായിട്ടൊക്കെ താമസിക്കണം, വേണ്ടേ? വേണം. ഒരു ഗസ്റ്റ് വന്നാൽ താമസിക്കണം, വേണ്ടേ? അവിടെ അനന്തരന്മാരും അനന്തരത്തിമാരൊക്കെ വന്നാൽ താമസിപ്പിക്കണം. അതൊക്കെ ഒരു ആവശ്യമാണ്. എന്നാലും ഒരു വീടില്ലെന്നുള്ളവർ കണ്ണല്ല അടച്ചേ പൗർഷനെ കൂടെ കേൾക്കുന്നവരാണ്. എനിക്കൊരു വീട് വേണം. ഒരു വീടില്ല, അല്ല വീടുള്ളത് അങ്ങ് പൊളിഞ്ഞ് കിടക്കുകയാണ്, ഇടിഞ്ഞ് പൊളിഞ്ഞ വീടാണ്. എനിക്കൊരു വീട് വേണം. അങ്ങനെയുള്ളവരൊന്ന് കര ഉയർത്തി പ്രാർത്ഥിച്ചോ. സത്യമായിട്ടും ദൈവത്തിൻ്റെ ഒരു ആത്മനിയോഗം കൊണ്ടാണ് ഞാനത് പറയുക. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി നിന്നതാണ്. എൻ്റെ ഒരു ചെറിയ സന്ദേശമുണ്ട്. പക്ഷേ എന്നോട് കർത്താവ് പറയുന്നു, പ്രാർത്ഥിക്കാനൊരു വലിയ ആത്മനിയോഗം. വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളിൽ പിള്ളേരൊക്കെ വളർന്നു വരുന്നു, കൊച്ചിനെ കെട്ടിക്കാറായി, ഒരു കല്യാണമൊക്കെ നടക്കുമ്പോൾ ഒരു മാന്യം, അത് ചെറുക്കൻ വന്ന് കയറണ്ട, അല്ലെ ഒരു പെണ്ണ് വന്ന് കയറേണ്ടതാണ്. അതിനടയോറയുള്ള ഒരു മുറിയൊക്കെ വേണ്ടേ? നമ്മുടെ കാലം പോലല്ലല്ലോ ഇനി ഒരു കാലം. അവർക്കൊരു പെൺകുട്ടി വരുമ്പം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോട്ടൊരു പെണ്ണ് ചെറുക്കനുമായിട്ട് വരുമ്പം അവർക്കൊരു മാന്യമായിട്ടൊരു വീടൊക്കെ വേണം. അതൊക്കെ ഒരു മുറിയൊക്കെ വേണം, വേണ്ടേ? വേണം. അതൊക്കെ ഒരു ആവശ്യങ്ങളാണ്. അന്ന് ആഡംബരമൊന്നുമല്ല. അങ്ങനെ വീടിനൊരു പുതുക്കം വേണം, വീടൊന്ന് വേണം. ഇങ്ങനെ 2 കൂട്ടരും ഒന്ന് പ്രാർത്ഥിച്ചേ, കരമുയർത്തി പ്രാർത്ഥിച്ച് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. അവർ പാർപ്പാൻ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ എന്ത് ചെയ്തു? കുഴന്നു കിടന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. പക്ഷേ പിന്നത്തെ കാണുന്നുണ്ട്, നിങ്ങൾ മച്ചിട്ട വീടുകളിൽ പാർക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിഗളിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് ഈ സമയത്ത് ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് വഴി എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കൊന്നറിയാം, വഴി തുറക്കുന്ന ഒരു ദൈവത്തെ അറിയാം. ആഴി വഴിയുണ്ട്, അത്ഭുതങ്ങളിൽ വഴിയുണ്ട്. കരമടിച്ച് സ്തുതിച്ചേ. പുസ്തകങ്ങളെല്ലാം നിങ്ങൾ സൂക്ഷിച്ച് കസേരകളിലൊക്കെ ഒതുക്കി വെച്ച് കരങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആക്കി, ഏറ്റവും സൂക്ഷ്മതയോടെ വേദപുസ്തകങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് കരങ്ങളെയൊക്കെ ഒന്ന് ഫ്രീ ആക്കി കൈയടിച്ച് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. ഈ സമയത്ത് വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വഴികളുണ്ടാകട്ടെ, ന്യായമായൊരു വീടിൻ്റെ ക്രമീകരണങ്ങൾ. കർത്താവെ, ഈ 20 ദിവസമായി ദൈവസന്നിധിയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, അത്ഭുതകരമായൊരു വഴി യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഈ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ. ചോദിക്കുന്നത് നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന
ഒരു കണ്ണ് കാണാത്ത, ഒരു കാത് കേൾക്കാത്ത, ആരുടെയും ഹൃദയത്തിൽ തോന്നാത്ത ഒരു ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. റീപം പലകം ഭക്ഷാന ഹന്തന അറിയന ഹത്തന അറിഖന അരകന. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ പ്രായമായി വരുന്നു. കർത്താവെ, അവിടെ വിവാഹമൊക്കെ നടക്കുമ്പോൾ ഒരു മാന്യമായ ഒരു ക്രമീകരണത്തിൽ ഒരു മരുമകനോ മരുമകളോ ഒക്കെ ബന്ധുക്കാരോ ഒക്കെ വന്നു കയറുമ്പോൾ കർത്താവെ, ഞങ്ങൾ കൊട്ടാരം ചോദിക്കുന്നില്ല, എന്നാൽ ഒരു മാന്യത, ഒരു ക്രമീകരണം യേശുവിൻ്റെ നാമത്തിൽ അത് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കീളി വാതിൽ തുറന്ന് എല്ലാം സമർത്ഥം നൽകിടുന്ന എത്ര നല്ലവൻ. അപ്പോൾ വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു വീട് തന്നതിന് കരമടിച്ച് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചേ, എല്ലാവരും സ്തുതിച്ചേ. നിൻ്റെ ആവശ്യങ്ങളെ എങ്ങനെ അറിയിക്കണം? സ്തോത്രത്തോടെ അറിയിക്കണം. ഒരിക്കലൂടെ കൈയടിച്ച് സ്തുതിച്ച് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. വീടില്ലാത്തവരെല്ലാം ഒരു വിശ്വാസത്തോടൊരു പ്ലാൻ എടുക്കണം. അതിനകത്ത് വലിയ കൊട്ടാരം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഡംബരമല്ല ഇവിടെ ആവശ്യം. അയൽവക്കക്കാർ കുശുംബിക്കാനും അപ്പുറത്തില്ലാത്തവർക്ക് ഇപ്പുറത്തുണ്ടാകാനുമല്ല. നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ കണക്ക് കൂട്ടി അതനുസരിച്ചുള്ളൊരു ക്രമീകരണത്തിനുള്ള ഒരു ഭവനം ചെയ്യുക, ഒരു പ്ലാൻ എടുക്കുക. ആ പ്ലാൻ ഈ വാക്യം എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവിടുന്ന് അവരെ അവിടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലി മനുഷ്യപുത്രന്മാർ ചെയ്ത സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു പ്രശ്നം, അവരവിടെ വിശന്നും ദാഹിച്ചു വരുന്നു. പറഞ്ഞേ, വിശന്നും ദാഹിച്ചു. മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് എന്താ? വിച്ച് ആർ ദ ബേസിക് നീഡ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്? ഓരോ കാലഘട്ടത്തിലും ഓരോ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. ഇന്നൊരു പക്ഷേ മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം, ഒരു IT ജോലി ചെയ്യുന്ന വർക്ക് ഫ്രം ഹോമുള്ള ഒരു കുഞ്ഞ് നമ്മുടെ ഒരു ബന്ധു വീട്ടിലോട്ട് വന്നാൽ അവന് അടിസ്ഥാന ആവശ്യം എന്താ? വൈഫൈ അടിസ്ഥാന ആവശ്യമാണ്. അവന് വൈഫൈ അടിസ്ഥാന ആവശ്യമാണ്. കാരണം അവന് കണക്ട് ചെയ്യണമെങ്കിൽ എന്തോ വേണം? വൈഫൈ വേണം. അത് തെറ്റൊന്നുമല്ല, അവർക്ക് അടിസ്ഥാന ആവശ്യം വൈഫൈ ആണ്. എന്നാലും നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, വിച്ച് ആർ ദ ബേസിക് നീഡ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്. പാർപ്പിടം, ആഹാരം, വസ്ത്രം. ഇത് മനുഷ്യൻ്റെ ബേസിക് നീഡാണ്. ഇത് നിഷേധിക്കപ്പെടുമ്പോഴാണ് കലാപങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളിടത്താണ് മാവോയിസ്റ്റ് തീവ്രവാദങ്ങൾ വളരുന്നത്. കാരണം ദരിദ്ര മനസ്സിനെ പെട്ടെന്ന് തീവ്രവാദങ്ങളും ഡ്രഗ്സും ഒക്കെ കൊണ്ടുപോകുന്നത് ദരിദ്ര മനസ്സുകളെയാണ്. അവരെ നമുക്ക് ആ പാതയിലേക്ക് നയിക്കാനൊക്കെ എളുപ്പമാണെന്ന്. അതുകൊണ്ട് തന്നെ അവർ ഒരു ബേസിക് നീഡ്സ് കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ പാർപ്പിട നയങ്ങൾ, എന്തെല്ലാം പദ്ധതികളാണ്, 1,00,000 വീട് കോളനി, 4 സെൻറ്റ് കോളനി, 10 സെൻറ്റ് കോളനി എന്ന് വേണ്ട, EMS ഭവന നിർമ്മാണം, ഒത്തിരി. ഇപ്പം പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ എന്താണ്? ഭവന നിർമ്മാണം. അതുപോലെ തന്നെയാണ് ഭക്ഷണം. പണ്ട് ഒരു സർക്കാരിനെ മുൾമുനെ നിർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്, ഓർമ്മയുണ്ടോ? വിളിച്ചു തന്നാൽ വിളിക്കാമോ? അരി എവിടെ, തുണി എവിടെ? പറയൂ സർക്കാർ. പറഞ്ഞു പോയില്ലേ ഒരു സർക്കാർ? അരി എവിടെ, തുണി എവിടെ? പറയൂ സർക്കാർ. അരിയും തുണിയും. അപ്പോൾ അരിയും തുണിയും ഒക്കെ. അതുകൊണ്ടാണ് നമുക്ക് റേഷൻ കടകൾ വഴി സൗജന്യ ഭക്ഷണം, വാർദ്ധക്യകാല ഭക്ഷണം, പെൻഷനൊക്കെ കൊടുക്കുന്നത്. മനുഷ്യൻ്റെ അടിസ്ഥാന നീഡാണ്. എന്നാൽ ഈ അടിസ്ഥാന നീഡ്സ് ലംഘിക്കപ്പെടുമ്പോൾ മനുഷ്യർ നിരാശപ്പെടാകും, പ്രക്ഷുബ്ധരാകും, പരസ്പരം കുറ്റം പറയും, പരാതി പറയും. പക്ഷേ ഇവരെന്ത് ചെയ്തു? അവർ തങ്ങളുടെ കഷ്ടത്തിൽ എന്ത് ചെയ്തു? എവിടെ വിളിച്ചു? തുണിയും വസ്ത്രവും ഒക്കെ ആവശ്യമല്ലേ? ഇതെല്ലാം മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഇപ്പോൾ ഇന്ന് കപ്പ കഴിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ നാളെ KFC മാത്രം കഴിക്കുമെന്ന് ഞാൻ പറയത്തില്ല. കാരണം KFC തന്നെ തിന്നരുത്, ചത്തുപോകും. അതിൽ നിങ്ങൾ കഴിക്കേണ്ട വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ കഴിച്ച് വണ്ണം കൂട്ടരുത്. ഉള്ള മന്തി എല്ലാം കൂടെ കഴിക്കരുത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇച്ചിരി പച്ചക്കറിയൊക്കെ കഴിക്കണം. വല്ലപ്പോഴും ഫാസ്റ്റ് ചെയ്യണം. അത് നല്ലൊരു കാര്യമാണ്. ഉപവസിക്കണം. ഉപവാസം കൊണ്ടൊക്കെ ഒത്തിരി പ്രയോജനം ഉണ്ടാകും. എന്നാലും മനുഷ്യന് ആവശ്യമാണ് എന്ത്? ഭക്ഷണമൊക്കെ അല്ലേ? ഭക്ഷണമൊക്കെ മനുഷ്യന് ആവശ്യമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദാരിദ്ര്യം മാറ്റുന്ന ഒരു കർത്താവിനെ എനിക്കറിയാം. ദാരിദ്ര്യം മാറ്റുന്ന ഒരു കർത്താവുണ്ട്. ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിസമർത്ഥിയുടെ പ്രചാരകനായിട്ടല്ല നിൽക്കുക, പക്ഷെ മനുഷ്യൻ്റെ ബേസിക് നീഡിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ദൈവം ഇടപെടുമോ? ദൈവം ഇടപെടുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. ദൈവം ഇടപെടുമെന്നുള്ളവരൊന്ന് ഇടപെട്ടിട്ടുള്ളവരൊന്ന് സ്തുതിച്ചേ. ഇടപെടുന്നുള്ളവരൊന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്തേ. ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ ഞാൻ ഇവിടെ പറയുന്ന സൺഡേ സ്കൂൾ എന്നാലും കോൺടെസ്റ്റ് ചെയ്ത് പറയുക. സൺഡേ സ്കൂളിൻ്റെ പരീക്ഷ നടക്കുമ്പോൾ കൊച്ചു കുഞ്ഞിനോട് ടീച്ചർമാർ ചോദ്യം ചോദിച്ചു പരീക്ഷയിൽ. എന്താണെന്നറിയാമോ? ലാസറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് കർത്താവ് എന്നോ ചെയ്തെന്ന് ചോദിച്ചു. ഞങ്ങളുടെ കൊച്ചുമിടുക്കൻ ചാടിക്കറി എന്ന് പറഞ്ഞു എന്നോ ചെയ്തെന്നോ കയറി അങ്ങ് ഇടപെട്ടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർക്കൊരു സംശയം, മാർക്ക് കൊടുക്കാതിരിക്കാൻ ഒക്കുമോ? ലാസറിൻ്റെ വീട്ടിൽ കയറി ഇടപെട്ടോ ഇല്ലയോ? അത്രയേ ഉള്ളൂ. കയറി അങ്ങ് ഇടപെട്ടില്ലയോ? കർത്താവ് ഇടപെടുമെന്നുള്ളവരൊന്ന് സ്തോത്രം ചെയ്തേ. കൈയടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവിടുന്ന് അവരെ എന്ത് ചെയ്തു? അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഇന്ന് പകലില് ഞെരുക്കങ്ങൾക്ക് വിശാലത വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, നിങ്ങളുടെ ഞെരുക്കങ്ങളെല്ലാം, കടഭാരങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, ഇപ്പം പ്രത്യേകിച്ച് +2 എഴുതിയ മക്കളുണ്ട്. പുതിയ കോഴ്സിനൊക്കെ പോകണമെങ്കിൽ വലിയ പാടാണ്. അതിനൊന്നും നിവൃത്തിയില്ലാത്ത ഒത്തിരി മക്കളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനത് കഴിഞ്ഞ രാത്രിയിലൊക്കെ ഒത്തിരി ഓർത്ത് പ്രാർത്ഥിച്ചു. കാരണം ഞാനങ്ങനെ ഭയങ്കര ഞെരുക്കത്തിൽ കഴിയുന്ന ഒരാളൊന്നും അല്ല. ഒരു നല്ല സഭയുടെ പാസ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ വലിയ, എന്നാൽ പോലും കഴിഞ്ഞ രാത്രിയിലൊക്കെ ഞങ്ങളിങ്ങനെ ചിന്തിച്ചപ്പം അടുത്ത അധ്യയന വർഷം തുറക്കുമ്പോൾ എല്ലാ പിള്ളേരുടെയും കൂടെ ഫീസ് ഒന്നിച്ചടക്കണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അകമൊന്ന് കാളി. സത്യത്തിൽ ഞാൻ ഓർത്ത് കർത്താവേ, ഞാനൊന്ന് ഭയന്നെങ്കിൽ, അല്ല ഭയക്കുന്നല്ല, കാളിയെങ്കിൽ, അല്ലൊന്ന് അറച്ചെങ്കിൽ, ചിന്തിച്ചെങ്കിൽ, സാധാരണക്കാരൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ലാത്തവരെന്തോ ചെയ്യും. പക്ഷെ എനിക്കൊരു കർത്താവിനെ അറിയാം. വഴി തുറക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അറിയാം. വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. കൈയടിച്ച് സ്തുതിച്ച് സ്തോത്രം, 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 സ്തോത്രം. വഴി തുറക്കട്ടെ, വഴി തുറക്കട്ടെ, വഴി തുറക്കട്ടെ, വഴി തുറക്കട്ടെ, വഴി തുറക്കട്ടെ. ഞെരുക്കങ്ങളുടെ മേൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തവർ ഈ 21 ദിന ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ പകൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ച ആരാധിച്ച ഈ മക്കൾക്ക് വേണ്ടി അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവിടുന്ന് അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. കരങ്ങളടിച്ച് സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ കാണുന്നു, അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് എന്ത് ചെയ്തു? നിലവിളിച്ചു. അവർ ദൈവം എന്ത് ചെയ്തു? താമ്രക്കഥകളെ തകർത്തു, ഇരുമ്പോടാമ്പുകളെ മുറിച്ചു കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെട്ടവർ, ചില പ്രത്യേക വിഷയങ്ങളിൽ ബന്ധിക്കപ്പെട്ടു പോയവർ, കുഞ്ഞുങ്ങൾ, പ്രണയക്കുരുക്കുകളിൽപ്പെട്ട മക്കൾ, പ്രണയക്കുരുക്കുകളിൽപ്പെട്ടു പോയ മക്കൾ, ചില തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ. ഇത് 20ാമത്തെ ദിവസം. കഴിഞ്ഞ 19 ദിനരാത്രങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ അവരുടെ വിഷയങ്ങളെ സമർപ്പിച്ച് ദൈവസന്ധി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഈ ജനത്തിന് വേണ്ടി ഇപ്പം തന്നെ ഒരു വലിയ ബന്ധനങ്ങൾ അഴിയുന്ന പകലായി മാറട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നേ. വെറുതെ ഇരിക്കരുത്, അലക്ഷ്യമായി ഇരിക്കരുത്, കണ്ടുകൊണ്ടിരിക്കരുത്, കാഴ്ചക്കാരായിട്ടിരിക്കരുത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ പ്രാർത്ഥിച്ച് ശകല ഹത്തന റികന ഹന്തന. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ച ദൈവമേ. ബന്ധനങ്ങൾ അഴിയട്ടെ. പ്രത്യേകിച്ച് അവിടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ഭാവി ബന്ധിച്ചു പോയവർ, അവിടെ ബന്ധനങ്ങൾ അഴിയട്ടെ. വിദ്യാഭ്യാസ മേഖലകളിൽ ബന്ധിക്കപ്പെട്ടു പോയവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. ബുദ്ധി കെട്ടിപ്പോയവർ, മാനസിക രോഗത്തിൻ്റെ പിടിയിലേക്ക് വന്നവർ, കർത്താവേ അവിടെ ബന്ധനങ്ങൾ അഴിയട്ടെ. ഭയത്തിൻ്റെ ആത്മാവേ, നിരാശയുടെ ആത്മാവേ വിട്ടുപോ. റബ ലബ ധന ധിര ധന ഹത്തന റിഗന റഗന ശന്തന. ഈ 20ാമത്തെ പകല് ദൈവപ്രവൃത്തി നടക്കട്ടെ.
കഴിഞ്ഞ 19 ദിനരാത്രങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ എളിയവരോടൊപ്പം കർത്താവ് പവർ വിഷൻ്റെ സ്റ്റുഡിയോയിൽ വന്നും പവർ വിഷൻ്റെ പ്രാർത്ഥനയിൽ മീഡിയയിലൂടെ പങ്കെടുത്ത ഈ ജനത്തിന് വേണ്ടി ഇന്ന് പകൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. റിഖന ഹതന റിഖന റഖന. മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളുണ്ടാകട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾ അവിടെ പേരൻസ് പ്രാർത്ഥിച്ച് മക്കളുടെ മക്കളെ നീ കാണും, മക്കളുടെ മക്കളെ നീ കാണും. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. തക്കതാണ്. ഞാൻ നിൻ്റെ ഭാരം എൻ്റെ മേ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താൻ ശക്തൻ. നിൻ്റെ ഭാരം എൻ്റെ മേ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താൻ ശക്തൻ. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു ദൈവപ്രവൃത്തി. റഖന ഹത്തന റിഖന. കരമടിച്ച് സ്തുതിച്ചേ. റിബാന ഹംഥന റബന ഹതന റിഗന റഗന ഹത്തന റിഗന. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ വലിയൊരു ദൈവപ്രവൃത്തി നടക്കട്ടെ. ഇത് കർത്താവേ ഈ ജനത്തെ കരുണ തോന്നണമേ. ഈ ജനത്തെ വെറുതെ അയക്കരുതേ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് വേണ്ടി ദൈവപ്രവൃത്തി നടക്കണമേ. ദൈവമഹത്വം വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മക്കളില്ലാത്ത ദമ്പതികളെ 5 വർഷം 6 വർഷം 7 വർഷം യേശുവിൻ്റെ നാമത്തിൽ അവിടെ കർത്താവെ നിർജീവത്വങ്ങളുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ. സാറായുടെ നിർജീവിതത്തെ മാറ്റിയ ദൈവമേ, ഹന്നയുടെ കരച്ചിൽ കേട്ട ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവിടുത്തെ വാക്യത്തിൽ കാണുന്നു, അവർ സകലവിധ ഭക്ഷണത്തോടും അവർക്ക് വെറുപ്പ് തോന്നി. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവർ മരണവാതിലോട് സമീപിച്ചു. അവർക്ക് രോഗം വന്നു. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. ഈ സമയത്ത് രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. 2 രീതിയിൽ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകും. 1 സഡൻ ഹീലിംഗ് ആണ്. 2 രോഗശാന്തിയാണ്. എന്താണ് രോഗശാന്തി? രോഗം അവിടെ ഇരിക്കുമ്പം തന്നെ അതിനെ ജയിക്കാനുള്ള ഒരു കൃപ കിട്ടും. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനത തികഞ്ഞു വരും. എന്നാൽ ഇന്ന് ഹാർട്ട് ഡിസീസുകൾ സൗഖ്യമാകട്ടെ. കൂടെ നെഞ്ചിനകത്തൊരു വേദന പോലെ, കൂടെ നെഞ്ചിനകത്തൊരു കുത്തിപ്പറിക്കുന്ന വേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിശുദ്ധാത്മാവ് എനിക്ക് വീണ്ടും നിയോഗം തരുന്നു. ഉദര സംബന്ധമായി കഴിക്കാൻ വയ്യ, പൊളിച്ചു തകട്ടുന്നു, അൾസർ, അസിഡിറ്റി, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ, ഇത് 20ാമത്തെ പകലിൽ ദൈവിക രോഗസൗഖ്യം ഈ ജനത്തിന് മേൽ നടക്കണം. എല്ലാവരും പ്രാർത്ഥിച്ച്. ഇതിനകത്ത് ഹല്ലേലൂയ ടെക്നിക്കലായിട്ട് ജോലി ചെയ്യുന്ന മക്കൾ ഉൾപ്പെടെ എല്ലാവരും പ്രാർത്ഥിച്ച്, കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്രാർത്ഥിച്ച്. രോഗസൗഖ്യം. തൻ്റെ പാദപീഠം എൻ്റെ വൈദ്യശാല, അതിലുണ്ട് അനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. രോഗസൗഖ്യം നടക്കട്ടെ. കർത്താവിൻ്റെ വചനം പറയുന്നു, ഞാൻ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടെ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിമേ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കും. നന്മനമേ നീ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. നിൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുത്തക്കോണം വായിക്കുന്ന നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവയെ കാത്തിരിക്കും. ചേർന്ന് പറഞ്ഞേ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്ക്. വ്യക്തിപരമായി എനിക്ക് ദിവ്യത്വം ഒന്നുമില്ല, പക്ഷേ ഞാൻ പറയുന്ന ദൈവത്തിൻ്റെ വചനത്തിന് ഭയങ്കര ശക്തിയാണ്. ഞാൻ പറഞ്ഞു ഉദ്ധരിക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തി. യഹോവയെ യൗവനക്കാർ ക്ഷീണിച്ചു പോകും, ബാല്യക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാൻ നടക്കും. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ഹന്തന റിഗന രഗന ഹന്തന റിഗന രഗന. യേശുവിൻ്റെ നാമത്തിൽ നിരാശ, അവൻ വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട. വിഷണ്ണ സിയോനിലെ ദുഃഖിതന്മാർക്ക് ദുഃഖത്തിന് പകരം ഹല്ലേലൂയ, വെണ്ണീറിന് പകരം അലങ്കാര മാല. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്. ഒരാൾ പോലും ഇന്ന് പകൽ വെറുതെ ഇരിക്കാതെ പ്രാർത്ഥിച്ച്. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ ജനത്തിൻ്റെ മേൽ വിടുതൽ നടക്കണം. ഇന്ന് പകൽ ഈ ജനത്തിൻ്റെ മേൽ വിടുതൽ നടക്കട്ടെ. ഹല്ലേലൂയ. മക്കൾ ചേർന്ന് പാടിക്കുക. തൻ്റെ പാദപീഠം എൻ്റെ വൈദ്യശാല, അതിലുണ്ട് അനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. തൻ്റെ പാദപീഠം എൻ്റെ വൈദ്യശാല. തൻ്റെ പാദപീഠമെൻ്റെ വൈദ്യശാലയാ. തൻ്റെ പാദപീഠമെൻ്റെ
വൈദ്യശാലയാ അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കാൻ. അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കാൻ. ബയോപ്സികൾ എടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ ബയോപ്സി എടുത്തിരിക്കുന്നവർ ഇന്ന് പകൽ നിങ്ങൾ ഈ വചനം പറഞ്ഞെന്ന് പ്രാർത്ഥിച്ച് അനർത്ഥം വ്യസന ഏതുവാകാതെ കാക്കുന്ന ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ ദുർവർത്തമാന നിമിത്തം നീ ഭയപ്പെടുകയില്ല. അത് നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. അനർത്ഥങ്ങൾ വ്യസന ഏതുവാകാതെ കാക്കപ്പെടും ദൈവമേ. ശുഭവാർത്തകൾ കേൾക്കുവാൻ ഇടയാകട്ടെ. ദുർവർത്തമാനങ്ങൾ കേൾക്കരുത്. ഭയപ്പെടുന്നതൊന്നും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് വലിയ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ ജനം ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും കണ്ണീരോടെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിരുന്ന ജനമാ. ഈ ജനത്തിന് വേണ്ടി എളിവൻ മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശു കർത്താവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. പ്രതീക്ഷയ്ക്ക് ഹല്ലേലൂയ മെഡിക്കൽ റിപ്പോർട്ട്സുകൾ ശുഭകരമായി വരട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ കരം ജനത്തെ തൊടട്ടെ. യേശുവിൻ്റെ കരം, കർത്താവിൻ്റെ കരം, തുളയ്ക്കപ്പെട്ട കരം. കഠിനപ്പെട്ടു പോയ മനസ്സുകൾ മൃദുവായി മാറട്ടെ. അകന്ന ബന്ധങ്ങൾ അടുപ്പിക്കപ്പെടട്ടെ. പച്ചവെള്ളം പോലെ ഹല്ലേലൂയ മരച്ചുപോയ ചില ബന്ധങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അകന്ന ദാമ്പത്യ ജീവിതങ്ങൾ, പ്രശ്നസങ്കീർണമായ കുടുംബാന്തരീക്ഷങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ വലിയൊരു സമാധാനത്തെ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിക്കാമോ? എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞ മേഖലകളിലൊക്കെ എനിക്കിന്നൊരു വിടുതൽ വേണവും. ദൈവമേ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവസന്ധി പ്രാർത്ഥിച്ച് ഇന്നത് ഉപവാസ പ്രാർത്ഥനയുടെ നാളെ നമുക്ക് സഭായോഗമാണ്. എന്നാൽ അവസാനത്തെ പകലിൽ ദൈവമേ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ ഇന്ന് ഇവിടെ ദൈവസന്ധി സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. അങ്ങനെയുള്ളവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ ദൈവസന്ധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്. യേശുവേ, നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച്. ആരെയും ശ്രദ്ധിക്കരുത്. മറ്റുള്ളവരെ നോക്കരുത്. ആര് ചിന്തിക്കുമെന്ന് കരുതരുത്. കർത്താവിൻ്റെ സന്ധിയിലേക്ക് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥന. മനസ്സ് തകർന്നവരെ രക്ഷിക്കും ദൈവം. എൻ്റെ ദൈവമേ, ഞാനോ എളിയവൻ, ബലഹീനൻ, പക്ഷേ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പുരോഹിതന്മാർ ചുമൽ പതക്കങ്ങൾ ധരിച്ചുകൊണ്ട് ഉപകത്തിൻ്റെ യാഗപീഠത്തിൻ്റെ നടുവിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ ജനത്തെ രക്ഷിക്കണേ. അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി തുറക്കണേ. കർത്താവേ, ഞെരുക്കത്തിയിരിക്കുന്ന ജനത്തിന് വിശാലത കൊടുക്കണേ. ഗണഭാരങ്ങളിൽ പെട്ടുപോയവരെ രക്ഷിക്കണേ. പരീക്ഷ എഴുതിയിരിക്കുന്ന മക്കളോട് നല്ല വിജയം കൊടുക്കണം. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത മക്കൾ, എണ്ണി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കർത്താവേ. നീ അവരോട് കരുണ കാണിക്കണേ. പ്രായമെത്തിയ മക്കൾ കർത്താവേ വഴി തുറക്കണമേ. വീടില്ലാത്തവർ, വാടക കുടിച്ചു കൊടുക്കാവുന്നവർ, കടഭാരങ്ങളിൽ ദൈവമേ ഭയന്നിരിക്കുന്നു. അങ്ങ് മാത്രം ആശ്രയ കർത്താവേ. ഞെരുക്കത്തിരുന്നു കൊണ്ട് ഞങ്ങളെ യഹോവയോട് നിലവിളിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് വിശാലത വരുത്തുന്ന ദൈവമാണല്ലോ. ഈ ജനത്തിന് വേണ്ടി എളിയവനും ബലഹീനമായ ദാസം പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം അത്ഭുതങ്ങളെ ചെയ്യണേ. ഉപവാസ പ്രാർത്ഥനയാണ്. അവരുടെ ആരോഗ്യവും സൗകര്യവും ഒക്കെ അനുസരിച്ച് ഒത്തിരി പേര് വന്നു. ഈ സ്റ്റുഡിയോയിൽ ഒത്തിരി പേര് പല മട്ടങ്ങളിൽ വന്നു കർത്താവേ. നിരന്തരം വന്നവരുണ്ട്, പലപ്പോഴും വന്നവരുണ്ട്, ആദ്യമായി വന്നവരുണ്ട്. എല്ലാവരെയും അനുഗ്രഹിച്ചോണേ. ഞങ്ങൾ അങ്ങയുടെ ദാസൻ എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് ഇവരെ അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. ചേർന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ യഹോവയോട് നിലവിളിച്ചു. അവർ യഹോവയെ
അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രൻ. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു, എനിക്കൊരു വിടുതൽ തന്നിരിക്കുന്നുള്ള അഡ്വാൻസ് വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തേ. അഡ്വാൻസായിട്ട് ഹല്ലേലൂയ.